സൂര്യനമസ്കാരം ശാരീരികമായി മാത്രം ഗുണം ചെയ്യുന്ന ഒരു യോഗാഭ്യാസമെന്ന് പലർക്കും തോന്നിയേക്കാം. പക്ഷേ ഇപ്പോൾ ശാസ്ത്രം തന്നെ പറയുന്നു, ഇത് നമ്മുടെ തലച്ചോറിന് അതിമനോഹരമായ ഒരു ആയുധമാണ്. അമൃത വിശ്വവിദ്യാപീഠത്തിലെ മൈൻഡ് ബ്രെയിൻ സെന്ററിലെ ഗവേഷകർ നടത്തിയ ഒരു ഗവേഷണത്തിൽ നിന്നാണ് ഈ മനോഹരമായ കണ്ടെത്തൽ. ഡോക്ടർ ശ്യാം ദിവാകറും ഡോക്ടർ സന്ദീപ് പോത്തയും ചേർന്നാണ് ഈ ഗവേഷണ സംഘം രൂപപ്പെട്ടത്. പഠനത്തിൽ സൂര്യനമസ്കാരം ചെയ്യുന്ന സമയത്ത് മസ്തിഷ്കത്തിലെ മൈക്രോസ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്ന ചെറിയ ഇലക്ട്രിക്കൽ ചലനങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് കാണപ്പെട്ടത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത്ര മനസ്സിലാകില്ലേലും ഇതിന്റെ ഫലം വലിയതായാണ്. ശ്രദ്ധ, ഏകാഗ്രത, ഓർമ്മശക്തി എന്നിവയ്ക്ക് വലിയ മുന്നേറ്റം. പഠനം നടന്നത് ഇലക്ട്രോഎൻസഫലോഗ്രാം അഥവാ ഇഗ് എന്ന ഉപകരണം ഉപയോഗിച്ചാണ്. ഇത് തലയിൽ ചെറിയ ഇലക്ട്രോഡുകൾ വെച്ച് തലച്ചോറിലെ തരംഗങ്ങൾ പരിശോധിക്കുന്ന ഒരു ശാസ്ത്രീയ രീതിയാണ്. പഠനത്തിൽ നിന്ന് മനസ്സിലായത്, സൂര്യനമസ്കാരം ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിനു ശേഷവും താരതമ്യപ്പെടുത്തുമ്പോൾ സൂര്യനമസ്കാരം ചെയ്തവരുടെ മസ്തിഷ്കത്തിൽ ബീറ്റ, ഗാമ, ആൽഫ, തീറ്റ തരംഗങ്ങൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഈ തരംഗങ്ങൾ ആണ് നമ്മുടെ ഏകാഗ്രത, ആലോചനാശക്തി, മനഃശാന്തി എന്നിവയെ നിയന്ത്രിക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ ഭാഗം, സൂര്യനമസ്കാരം ചെയ്യുമ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് ലളിതത്വം ഉണ്ടാകും. അത് മനോഭാവങ്ങൾ സ്ഥിരമാകാനും ഉത്കണ്ഠയും വിഷാദവും കുറയാനും സഹായിക്കുന്നു. ഇത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന്റെ പഞ്ചകോശങ്ങൾ അഥവാ 5 പാളികൾ മൂലം പൂർണ്ണ ആരോഗ്യവും ആത്മീയ ശക്തിയും നേടാൻ സഹായിക്കുന്നു. ഇതെല്ലാം കൂട്ടിയാൽ തലച്ചോറിനും ഹൃദയത്തിനും നീണ്ടു നിൽക്കുന്ന ഗുണങ്ങൾ. ഉത്കണ്ഠാരോഗങ്ങൾ കുറയ്ക്കാനും ഉറക്കം മെച്ചപ്പെടുത്താനും ഹൃദ്രോഗങ്ങൾ തടയാനും സൂര്യനമസ്കാരം ഉപകാരപ്പെടുന്നു എന്ന് ഈ പഠനം തെളിയിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യമുണ്ടാകും, ഇത് എല്ലാം ശരിയെങ്കിൽ നമ്മൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? പ്രതിദിനം വെറും 10 മിനിറ്റ് സൂര്യനമസ്കാരം, അതാണ് നമ്മളെ ശാരീരികമായും മാനസികമായും മാറ്റാൻ പോകുന്നത്. സൂക്ഷ്മമായി പഠിച്ച ശാസ്ത്രവും പതുക്കെ പിന്തുടരുന്ന ആചാരങ്ങളും കൈകോർത്ത് പറയുന്ന സന്ദേശം ഒന്ന് മാത്രം: സൂര്യനമസ്കാരം ജീവിതത്തിന്റെ മാറ്റം തുടങ്ങുന്ന ഒരു ചെറിയ ചുവട്. ഇനി വൈകാതെ ചുവടുവെച്ച് തുടങ്ങാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തത് എന്തിനെക്കുറിച്ചുള്ള വേണമെന്ന് കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.